നേരം പോലത്തെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത പണിയില്ലല്ലേ. എത്ര കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ ഡെയിലി അടിച്ചൊരു തുടച്ചാലും ഉണ്ടാകും. ഇല്ലാത്ത കച്ചകൾ എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. എങ്ങനെ നോക്കിയാലും നേരം പോലത്തെ പണി തന്നെ. ഇതുവരെ എന്താ മഴ പെയ്യാത്തത്, വെള്ളമില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. മഴയുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി നടക്കില്ലല്ലോ. നമ്മളങ്ങനെ പണിയായിട്ട് തുടങ്ങിയിട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അത് ഇന്ന് അടുക്കള പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് ചെറിയൊരു തട്ടിക്കൊട്ടലിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് അതിന് 2 റൂമിലെയും ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് എടുത്തില്ല കേട്ടോ. ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ശരിക്കും ഉണങ്ങൂലല്ലോ. ബ്ലാങ്കറ്റിനൊക്കെ ശരിക്കും വെയിൽ വേണമല്ലേ. വെയിൽ തട്ടി ഉണങ്ങുന്നത് ഇങ്ങനെ ഉണങ്ങുന്നത് വേറെ അല്ലേ. അപ്പോൾ പിന്നെ ബ്ലാങ്കറ്റ് എടുത്തില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ തട്ടിക്കൊട്ടാന്ന് വെച്ചു. മന്ത്ലി ക്ലീനിങ്ങിൻ്റെ വലിയ തട്ടിക്കൊട്ടലൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയാത്ത കാരണം അതിന് പിന്നെ നിന്നിട്ടില്ല കേട്ടോ. അത് പിന്നെ ഇക്കാക്കോ ഷിബിലിമാർക്കോ ഒഴിവുള്ള ദിവസം ആക്കാമെന്ന് വെച്ചു. അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെയാണ് കേട്ടോ അടിച്ച് വാരുന്നത്. മറ്റേത് എനിക്ക് വഴിക്കൂല. അപ്പം ഞാൻ എപ്പോഴായാലും ഇങ്ങനെ കേട്ടോ കട്ടിലിൻ്റെ അടിയത്തെ കച്ചറകളൊക്കെ പോരാൻ വേണ്ടിയിട്ട് അടിച്ച് വാരില്ലേ. അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമോ അപ്പോഴേക്ക് കാലും ഒരു വിധം ആയിട്ടുണ്ടാവട്ടെ. വെരിക്കോസ് ഉള്ളതുകൊണ്ട് കടയും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ക്ലീനിങ്ങിനൊക്കെ ഷിബിലിമോനെ ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനുള്ള ബെഡ്ഷീറ്റും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൊടുത്തു വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. കമൻറ്റുകളും കൂടി ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അവിടെ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ ഹൈപ്പും കൂടി ചെയ്യണേ. അങ്ങനത്തെ അലക്കാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സർഫും പൊടി ഇട്ട് വെക്കണ കുപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയതിന് ശേഷം പിന്നെ കുറച്ചും കൂടി സർഫ് കൊണ്ട് ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തതിന് ശേഷം അവർ പിന്നെ അങ്ങനെ ആയിക്കോളൂല്ലോ അലക്കാനുള്ളത്. പിന്നെ നമ്മൾ നോക്കണമല്ലോ, കുറച്ച് ടൈം ആകുമ്പോൾ വന്ന് നോക്കിയാൽ പോരെ. പിന്നെ ഇത് തുടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ അടുക്കളയാണോ തുടക്കുന്നത്? അടുക്കളയല്ല കേട്ടോ. അവിടെ ഉൾഭാഗങ്ങളൊക്കെ തുടച്ച് വന്നതിന് ശേഷം ഇവിടുത്തെ സീനാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വർഷക്കാലം വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതൽ ടൈം തുടക്കാനുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചോരുന്നുണ്ട്. സൺസൈഡിൻ്റെ മുകളിൽ കൂടെ താഴേക്ക് വെള്ളം അങ്ങനെ ഒലിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇക്ക നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒഴിവുള്ള ദിവസം ഇക്ക ചെയ്യാമെന്ന് വെച്ചു. ഇത് ഇവിടെ അങ്ങനെ ഇറക്കി കെട്ടിയ ഒരു അടുക്കളയല്ലേ. അപ്പോൾ ഷീറ്റാണ് മൊത്തം. അപ്പോൾ ആ ഷീറ്റിൻ്റെ സൈഡിലൂടെ വെള്ളം അങ്ങനെ ഒലിക്കാൻ എനിക്ക് രാവിലെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈഫ് കൊണ്ട് ഞാൻ അങ്ങനെ തുടച്ച് വെള്ളമൊക്കെ ഒഴിവാക്കി അതിന് ശേഷം മഫ് കൊണ്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ പണിയെടുക്കാറ്. പിന്നെ അവിടെ ശരിയാക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിലും വേണം. അപ്പോൾ പിന്നെ വെയിലുള്ള ടൈം ആവും ചെയ്യട്ടെ ചെയ്യാനെന്ന് വെച്ചു. ഇതുവരെ മഴ പെയ്യായിട്ടായിരുന്നില്ലേ. വെള്ളമില്ല, ചൂട് ഭയങ്കര ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും നിൽക്കുക. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഓരോന്നില്ലേ. എങ്ങനെയായാലും മഴ ഉണ്ടാവട്ടില്ലേ. മഴ ഉണ്ടായി കഴിഞ്ഞാലല്ലേ നമുക്ക് കിണറിൽ വെള്ളം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പേര് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ. എനിക്കൊക്കെ തന്നെ കഴിഞ്ഞ വർഷം വെള്ളം കുറവായിരുന്നു കേട്ടോ. നമ്മൾ വെള്ളം വണ്ടിക്കാർ വരുമ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ വാങ്ങായിരുന്നു. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് അലക്കലും പിന്നെ ഉണക്കലൊക്കെ കഴിഞ്ഞു മെഷീനിലിട്ടിട്ട് തന്നെ. പിന്നെ അത് കല്ലിൽ അലക്കാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ യൂണിഫോം മാക്സി ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ തുടങ്ങിയത് അലക്കാൻ വേണ്ടിയിട്ട്. എത്ര മെഷീനിലിട്ട് അലക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കല്ലിൽ അലക്കണ പോലെ ആവില്ല അല്ലേ. കല്ലിൽ അലക്കി കഴിഞ്ഞാലാണ് ശരിക്കും ചളി പോവല്ലേ. പിന്നെ എന്താണെന്നറിയാം, അതുകൊണ്ട് വലിയൊരു ഉപകാരം തന്നെയാണ്. എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്കാദ്യം പോവല്ലോ. തിരിച്ച് വന്നിട്ട് അതിലിട്ടിട്ട് അലക്കിയാലും മതിയല്ലോ. പിന്നെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങനെ ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതിലിട്ട് അലക്കല്ലേ. അതൊരു ഭയങ്കര ഉപകാരം തന്നെ ആണേനും. എന്നാൽ കല്ലിൽ ഇടയ്ക്ക് അലക്കുന്നത് നല്ലതാണേനും. ഞാൻ കല്ലിലും അലക്കാറുണ്ട് കേട്ടോ. ഞാൻ മെഷീന് മാത്രം ആശ്രയിക്കലില്ല. ഇടയ്ക്കിടയ്ക്ക് കല്ലിൽ അലക്കിയിട്ട് ശരീരമൊക്കെ അലക്കുന്നത് നല്ലതല്ലേ. അങ്ങനത്തെ കല്ലിൽ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞപ്പോഴേക്കും അത് ഫസ്റ്റത്തെ റൗണ്ടത്തെ ഒക്കെ റെഡി ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തു. പിന്നെ അത് രണ്ടാമത്തെ റൗണ്ടിലത്തതും ഉണക്കാനും അങ്ങോട്ട് ഇടാണേ.
നമ്മൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി അല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം അലാറം അടിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അതിമ ചെയ്ത് കൊടുക്കാനും വരണം, അല്ലാതെ ഓട്ടോമാറ്റിക്കലി അല്ല കേട്ടോ. ഓട്ടോമാറ്റിക്കലി ആകുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി ഇങ്ങോട്ട് തരില്ലല്ലോ. അതല്ല, അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ ഇത് റെഡിയായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ ഡ്രസ്സ് തോരയിടുന്ന ഷർട്ട് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് കേട്ടോ ഉണക്കാനിടുന്നത്. മറ്റേത് ഇത് അവിടെ പുറത്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെത്തിപ്പണിയിലാണെന്നുണ്ടെങ്കിൽ പൂച്ച കുട്ടികളായിട്ട് നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കേട്ടോ ഉണക്കാറുള്ളൂ. പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പും ആയി. ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഞാൻ ഉണക്കാനിട്ടുകൊണ്ട് കുളിക്കാൻ കയറിയതായിരുന്നു. കുളി കഴിച്ച് വന്നപ്പോഴേക്കും ഇത് ഒക്കെ മെഷീനിലിട്ടിട്ട് തന്നെ ഉണക്കിയിട്ടുണ്ട്. അങ്ങനെ അതും കൂടി തോരടാന്ന് വെച്ചു. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായില്ല. പിന്നെ നമുക്ക് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാമല്ലോ. മെയിനായിട്ട് കാലിന് റെസ്റ്റാണ് കേട്ടോ വേണ്ടത്. ഈ വക പണികളൊക്കെ കഴിയുമ്പോഴേക്ക് കാല് ഒരു വിധമായിട്ടുണ്ടാവും. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയാണ്ട് കിടക്കൂട്ട. കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറും. പിന്നെ വീണ്ടും പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വരും കേട്ടോ വെരിക്കോസ്. അങ്ങനെ തള്ളി തട്ടിമുട്ടി നീങ്ങുകയാണ് കേട്ടോ നമ്മളുടെ ഓരോ ദിവസവും. അങ്ങനത്തെ അലക്കലും ഉണക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം വൃത്തിയായി. പിന്നെ അത് ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സീനായിട്ടൊക്കെ ഈ കാണുന്നത്. ബെഡ്ഷീറ്റൊക്കെ അത് 2 റൂമിലും വിരിച്ചു റാഹത്തായി. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സീനാണ് കേട്ടോ ഈ കാണാൻ. നല്ല മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ പെയ്യുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാക്കണ്ടില്ല, റോഡ് പുഴയായി മാറിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത പള്ളിയിലെ കുട്ടികൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട്. ഈ വെള്ളം എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുട്ടികളിലൊന്നും കാണാത്ത. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരില്ല. അപ്പോൾ കുറച്ച് അപ്പുറത്ത് കോറിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ നിന്ന് മീനൊക്കെ ഒഴുകി വരും ചെയ്യും. അങ്ങനെ ഇതിൽ നിന്ന് മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ എല്ലാ വർഷവും. വെള്ളം എന്താണ് നല്ലോണം കലങ്ങിയിരിക്കുന്നതെന്ന് അറിയോ ഇവിടെ ഈ ഗ്രൗണ്ടിൽ. പിന്നെ മണ്ണ് വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ച് വരികയാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.